ഹലോ! ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ഓഫറാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു ഓഫർ, അതുപോലെ അതിൻ്റെ എസെൻഷ്യൽ റൂൾസ് എന്തൊക്കെയാണ്, ഈ ഓഫർ എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമ്മൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്ര ടൈപ്സ് ഓഫർ ഉണ്ടെന്നാണ് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ഓഫറാണ് എക്സ്പ്രസ് ഓഫർ. മേ ബി മെയ്ഡ് ഇൻ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ ഒക്കെ നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു ഓഫർ നൽകുകയാണെങ്കിൽ ഇതിനെ എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് പറയുകയാണ് ഞാൻ എൻ്റെ ബൈക്ക് നിങ്ങൾക്ക് ഒരു 10,000 രൂപയ്ക്ക് വിൽക്കാം എന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരു എക്സ്പ്രസ് ഓഫറാണ്. അല്ലെങ്കിൽ ഞാനൊരു ലെറ്റർ എഴുതി എൻ്റെ ഒരു ഫ്രണ്ടിന് അയക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ കട ഒരു 5,00,000 രൂപയ്ക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്. ഇതൊക്കെ തന്നെ എന്താണ്, ഒരു എക്സ്പ്രസ് ഓഫറാണ്. അടുത്ത ഓഫറാണ് ഇംപ്ലൈഡ് ഓഫർ. ആൻ ഓഫർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ബൈ കണ്ടക്റ്റ്. ഈ ഓഫർ നമ്മൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ടോ ഒന്നല്ല ഇവിടെ ഓഫർ വെക്കുന്നത്, പക്ഷെ നമ്മുടെ കണ്ടക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി മൂലമാണ് അവിടെ ഒരു ഓഫർ ഉണ്ടാവുന്നത്. ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറുകയാണ്. ഈ ബസ്സിൽ കയറി നമ്മൾ ആ കണ്ടക്ടർക്ക് നമ്മൾ ടിക്കറ്റ് കൊടുക്കണമല്ലോ. ഇവിടെ അയാളൊരു ഓഫറോ അങ്ങനെയൊന്നും വെക്കുന്നില്ല, പക്ഷെ നമ്മൾ ആ കണ്ടക്ടർക്ക് ഒരു ക്യാഷ് കൊടുത്ത് അതിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുന്നുണ്ട്. ഇതൊരു ഇംപ്ലൈഡ് ഓഫറാണ്. ഇവിടെ നമ്മുടെ കണ്ടക്റ്റ് മൂലമാണ് അവിടെ ഒരു ഓഫർ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സെൽഫ് സർവീസ് സ്റ്റോറിൽ പോവുകയാണെങ്കിൽ ഈ സെൽഫ് സർവീസ് സ്റ്റോറിൽ പോകുമ്പോൾ നമ്മൾ തന്നെയാണ് ആ ഒരു സാധനം എടുത്ത് ബില്ലിങ്ങിൽ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ബില്ലിങ്ങിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഓഫർ ഉണ്ടാവുന്നത്. അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്ത് ആ ക്യാഷിൽ പൈസ വാങ്ങിച്ച് ആ സാധനം പിന്നെ നമുക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പർച്ചേസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ ഈ സെൽഫ് സർവീസ് സ്റ്റോറിലെയൊക്കെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെ ഒരു ഇംപ്ലൈഡ് ഓഫറായിട്ട് പറയാം. അടുത്ത ഒരു ഓഫറാണ് സ്പെസിഫിക് ഓഫർ. ആൻ ഓഫർ മേ ബി മെയ്ഡ് ടു എ ഡെഫിനിറ്റ് അസർട്ടൈൻഡ് പേഴ്സൺ. ഒരു പ്രത്യേക വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഒരു ഓഫർ വെക്കുന്നതെങ്കിൽ ഇതിനെ സ്പെസിഫിക് ഓഫർ എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, രാജുവിന് ഞാൻ എൻ്റെ ഒരു ബൈക്ക് 10,000 രൂപയ്ക്ക് നൽകാം എന്ന് പറയുകയാണ്. ഇവിടെ എന്താണ്, എൻ്റെ ഈ ബൈക്ക് രാജുവിന് മാത്രമാണ് 10,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയൂ, വേറെ ആൾക്കും വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ രാജു എന്ന് പറഞ്ഞ ഒരാളെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ദെൻ ജനറൽ ഓഫർ. ആൻ ഓഫർ മെയ്ഡ് ടു എ പബ്ലിക് അറ്റ് ലാർജ്. ഒരു പബ്ലിക്കിന് മൊത്തമായിട്ടുള്ളൊരു ഓഫറാണെങ്കിൽ അതിനെ ജനറൽ ഓഫർ എന്ന് പറയാം. അതിൽ ഒരു പ്രത്യേക പേഴ്സണെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ സപ്പോസ് ഒരു ന്യൂസ് പേപ്പറിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്, എൻ്റെ ഒരു നായക്കുട്ടിയെ കാണാനില്ല, ഈ നായക്കുട്ടിയെ കണ്ട് പിടിച്ചു തരുന്നവർക്ക് ഞാനൊരു 50,000 രൂപ റിവാർഡായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ പരസ്യം കൊടുക്കുകയാണ്. ഈ പരസ്യം കാണുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു നായക്കുട്ടിയെ കണ്ടെത്താൻ ശ്രമിക്കാം. അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയാൽ ഞാൻ അവർക്ക് ഈ പറഞ്ഞ തുക കൊടുക്കും വേണം. ഇതിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഒരു കേസിലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി. അപ്പോൾ ഇതും ഈ ഒരു ജനറൽ ഓഫറിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്ത ഒരു ഓഫറാണ് ക്രോസ് ഓഫേഴ്സ്. വെൻ two parties make identical offers to each other in ignorance of each other's offer. The offers are called cross offers. When cross offers are made, there is no acceptance and hence no contract. Cross offers എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ടാകും. ആ സെയിം സാധനം തന്നെ മറ്റേ വ്യക്തി എനിക്കും ഒരു ഓഫറായിട്ട് തന്നിട്ടുണ്ടാവും. ഇതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഈ ക്രോസ് ഓഫറിൽ അവിടെ ഒരു അക്സെപ്റ്റൻസ് നടന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അതൊരു കോൺട്രാക്റ്റ് ആയിട്ടും കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ബി എന്നൊരു വ്യക്തിയോട് പറയുകയാണ്, എൻ്റെ ബൈക്ക് ഞാനൊരു 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുകയാണ്. ഞാനൊരു ലെറ്റർ എഴുതിയിട്ടാണ് എൻ്റെ ഈ ഓഫർ അയാൾക്ക് പ്രകടിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ലെറ്റർ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ബി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഇങ്ങോട്ടൊരു ലെറ്റർ എഴുതാണ്,
എനിക്ക് നിങ്ങളുടെ ബൈക്ക് ഒരു 50,000 രൂപയ്ക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഈ ഓഫർ അവിടേക്ക് എത്തിയിട്ടില്ല. അതിന് മുൻപ് തന്നെ ബി എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ഈ ബൈക്ക് വാങ്ങാനുള്ള താല്പര്യം പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഇങ്ങോട്ടും വരികയാണ്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ സാധനം ഈ ബൈക്ക് വാങ്ങിക്കാനാണ്, അതും 50,000 രൂപയ്ക്ക്. സെയിം സംഭവമാണ്. പക്ഷേ ഇവിടെ അവർ പറഞ്ഞ ആ ഓഫർ ഇങ്ങോട്ടും എത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞ സാധനം അങ്ങോട്ടും എത്തിയിട്ടില്ല. അതിൻ്റെ മുന്നേ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലെറ്റർ അയച്ച് അവിടെ ഒരു ഓഫർ നടത്തി. ഇതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ അക്സെപ്റ്റൻസ് നടന്നിട്ടില്ല. ഇതിലെ ഏതെങ്കിലും ഒന്ന് അയാൾ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞാലേ ഉള്ളൂ അവിടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുക. ഈ ക്രോസ് ഓഫേഴ്സിനെ ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത ഒരു ഓഫറാണ് കൗണ്ടർ ഓഫർ. വെൻ ദ പേഴ്സൺ ടു ഹൂം ആൻ ഓഫർ ഈസ് മെയ്ഡ് അക്സെപ്റ്റ്സ് ഇറ്റ് വിത്ത് എ കണ്ടീഷൻ, ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് അക്സെപ്റ്റൻസ് ബട്ട് ജസ്റ്റ് എ കൗണ്ടർ ഓഫർ. When a counter offer is made, there is no enforceable agreement. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ടാവും, അയാളത് സ്വീകരിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാവും ആ ഒരു ഓഫർ സ്വീകരിച്ചതെങ്കിൽ അതിനെ കൗണ്ടർ ഓഫർ എന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ രാമു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് പറയാണ്, എനിക്ക് നിങ്ങളുടെ വീട് ഒരു 10,000 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ രാമു പറയാണ്, ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് നൽകാം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താണ്, ഞാൻ 10,000 രൂപയ്ക്കാണ് ആ വീട് തരുമോ ചോദിച്ചത്, പക്ഷെ അയാൾ 20,000 രൂപയ്ക്ക് നൽകാമെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്, ഒരു കൗണ്ടർ ഓഫറാണ് ഉണ്ടായത്. എൻ്റെ ഒരു എമൗണ്ടിനെ അയാൾ മാറ്റി. ഇവിടെ വേറൊരു ഡീലിനാണ് അയാൾ സമ്മതിച്ചത്. ഇതിനെ കൗണ്ടർ ഓഫർ എന്ന് പറയാം. ദെൻ അടുത്തൊരു ഓഫറാണ് കണ്ടിന്യൂയിങ് ഓഫർ, അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ, ഇങ്ങനെ എന്താണെങ്കിലും പറയാം. ആൻ ഓഫർ വിച്ച് റിമെയിൻസ് ഓപ്പൺ ഫോർ അക്സെപ്റ്റൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ആസ് സ്റ്റാൻഡിങ് ഓഫർ ഓർ കണ്ടിന്യൂയിങ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ. ഈ കണ്ടിന്യൂയിങ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ, കുറച്ച് കാലത്തേക്കധികം ആ ഒരു ഓഫർ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ അതിനെ കണ്ടിന്യൂയിങ് ഓഫർ എന്ന് പറയാം. ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ബി എന്നൊരു വ്യക്തിയോട് പറയാണ്, എൻ്റെ കടയിലേക്ക് 2 വർഷത്തോളം എല്ലാ മാസവും ഒരു 10 ലിറ്റർ പാല് നിങ്ങൾ കൊണ്ടുവന്ന് തരണം എന്ന് പറയാണ്. ഇങ്ങനെയുള്ളൊരു ഓഫർ വെക്കുമ്പോൾ ഇതിനെയാണ് കണ്ടിന്യൂയിങ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഓഫറാണ് പഠിച്ചത്. അതിലാദ്യം നമ്മൾ എക്സ്പ്രസ് ഓഫർ പഠിച്ചു, പിന്നെ ഇംപ്ലൈഡ് ഓഫർ, ദെൻ സ്പെസിഫിക് ഓഫർ, ദെൻ ജനറൽ ഓഫർ, ദെൻ ക്രോസ് ഓഫർ, പിന്നെ കൗണ്ടർ ഓഫർ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ സ്റ്റാൻഡിങ് ഓഫർ. അപ്പോൾ ഈ ഒരു ഓഫർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.